ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ഇരുസഭകളിൽ നടന്ന ചർച്ചയെക്കുറിച്ചാണ്. വളരെ വിശദമായ ചർച്ച അതിൽ നടക്കുകയും അതോടൊപ്പം തന്നെ അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തു ഇരുസഭകളും. ഇനിയിപ്പോൾ രാഷ്ട്രപതിക്ക് മുമ്പിലേക്ക് ആ ബിൽ നീങ്ങുകയാണ്. അതിനുശേഷം അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമമായി മാറുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് പാസ്സാക്കിയതിന്റെ ആഹ്ലാദം മുനമ്പൻ നിവാസികൾ മറച്ചുവെക്കുന്നില്ല. ബില്ലിനെതിരെ സംസ്ഥാന നിയമസഭ പാസാക്കിയ സംയുക്ത പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് പ്രതിഷേധവും അവിടെ ഉയർന്നു. സമരം 174 ദിവസം പിന്നിടുമ്പോൾ BJPയുമായി കൂടുതൽ അടുത്തു നിൽക്കുകയാണ് മുനമ്പൻ നിവാസികൾ. മുനമ്പൻ സമരപ്പന്തൽ ഇന്ന് BJP നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്തു. സമരത്തിന്റെ ഭാഗമായ 50ഓളം പേരെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ BJPയിലേക്ക് സ്വീകരിച്ചു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് മുനമ്പം സമരസമിതിയുടെ നിലപാട്. 174 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന മുനമ്പത്തെ സമരം പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതിനെ തുടർന്ന് വിജയത്തിന്റെ തൊട്ടരികിലെത്തിയെന്ന ആശ്വാസമാണ് സമരക്കാർക്ക്. യാതൊരു രാഷ്ട്രീയ ചായവുമില്ലാതെ തുടങ്ങിയ സമരം BJPയെ സ്വീകരിക്കുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും വഖഫ് ഭേദഗതി നിയമം പാസ്സായതിന്റെ ആഘോഷത്തിലായിരുന്നു മുനമ്പം ജനത. അതിനിടയിലാണ് ഈ ബില്ലിനെതിരെ സംയുക്തമായ പ്രമേയം പാസാക്കിയ സംസ്ഥാന നിയമസഭയുടെ നടപടിയെ പ്രതീകാത്മകമായി കടലിൽ മുക്കി താഴ്ത്തി പ്രതിഷേധിച്ചത്. രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് സമദൂരം പാലിച്ചു തുടങ്ങിയ മുനമ്പം സമരം 174 ദിവസം പിന്നിടുമ്പോൾ BJPയുമായി കൂടുതൽ അടുത്തു നിൽക്കുകയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, BDJSന്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരെ പതിവിന് വിരുദ്ധമായി സമരപ്പന്തലിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നു. മുനമ്പം സമരവും വഖഫ് ഭേദഗതി ബില്ലും കേരള രാഷ്ട്രീയത്തിലെ ഒരു നാഴികക്കല്ലാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെന്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിന്നാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല് വഖഫ് അമെൻമെന്റ് ബിൽ പാസ്സായി. ഇന്ന് മുതൽ അത് ലോ ആവുന്നു. സമരത്തിന്റെ ഭാഗമായ 50 പേരിന്ന് BJPയിൽ ചേർന്നു. ബില്ല് പാസ്സാവുന്നതിന്റെ ആഘോഷം എന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വൈകിയും സമരക്കാർ ഒത്തുകൂടിയിരുന്നു. നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർന്നു. സമരം തുടരും, നിരാഹാര സമരം തുടരും. ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ വഖഫിന്റെ എല്ലാ നിയന്ത്രണങ്ങളും, ഈ ഭൂമിയുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തിരമായി ഗവൺമെന്റ് റവന്യൂ രജിസ്റ്ററിൽ നിന്നും ഞങ്ങളുടെ തിരിച്ചു തരണം റവന്യൂ രേഖകളെല്ലാം തന്നെ. ബില്ലിന് മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മുനമ്പത്തെ പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാനം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. മുനമ്പത്തെ പ്രശ്നത്തിന് പോംവഴിയുണ്ടെന്ന് സർക്കാർ. വേണ്ടിവന്നാൽ നിയമനിർമ്മാണം നടത്തും. ഭൂമി ഏറ്റെടുക്കാനും സർക്കാരിനാകും. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രത്യക്ഷമായ സമരങ്ങളിൽ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് സമരക്കാർ. മുനമ്പത്തെ പ്രശ്നത്തെ വർഗീയതയിലേക്ക് ചേരി തിരിച്ചു വിടുകയാണ് BJP എന്ന് വിമർശിക്കുന്ന പ്രതിപക്ഷത്തോട്, ഇടതു വലതു മുന്നണികളോട് മുനമ്പത്തെ ജനതയ്ക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തി തന്നില്ല ഇത്ര നാളായിട്ടും എന്നത് മാത്രമാണ്. അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.